തീരദേശ ഹൈവേ സാമൂഹിക ആഘാത പഠനം. എടക്കാട് മുതൽ പയ്യാമ്പലം ബീച്ച് വരെയുള്ള തീരദേശ ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പബ്ലിക് ഹിയറിംഗ് മരക്കാർക്കണ്ടി ചന്ദ്രശേഖരൻ നായർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. എടക്കാട് കിഴുന്ന കുറുവ ആദിക്കടലായി പയ്യാമ്പലം നിവാസികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും പരാതി സ്വീകരിക്കുന്നതിനുമായാണ് അദാലത്ത് നടത്തിയത്. കുറുവ കുന്നിനെ ഇടിച്ചുകൊണ്ട് തോട്ടട ബീച്ചിനെ രക്ഷിച്ചും കൊണ്ടും ആക്ഷൻ കമ്മിറ്റി തയ്യാറാക്കിയ അലൈൻമെന്റിനെ അംഗീകരിച്ച് നാടിനെയും നാട്ടുകാരെയും രക്ഷിക്കണമെന്നതാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി സുരേന്ദ്രൻ സംസാരിച്ചു. 27 മീറ്റർ ഉയരമുള്ള കുറുവ കുന്നിടിച്ചു നിരത്തി തോട്ടട ബീച്ചിൽ പാലവും ബണ്ടും പണിത് നിർമ്മിക്കുന്ന റോഡ് പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുകയും ടൂറിസത്തെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ എന്താണ്? ഈ സാമൂഹ്യ ആഘാത പഠനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പരിസ്ഥിതിക്ക് എന്ത് സംഭവിക്കുന്നു. പരിസ്ഥിതിക്ക് ആഘാതം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ സമൂഹം ഉണ്ടാവുകയില്ല. ഇക്കാര്യം പ്രത്യേകം നമ്മളെല്ലാവരും ഓർക്കണമല്ലോ. ഒരു പരിസരം, ഒരു നാട് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സമൂഹം ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു സമൂഹം ഉണ്ടാവുകയില്ലെങ്കിൽ പിന്നെ ഈ സാമൂഹ്യ ആഘാത പഠനത്തിന്റെ എന്താണ് അതിന്റെ ഉദ്ദേശം? ഈ റോഡ് കുറുവയിൽ നിന്ന് 27 മീറ്റർ ഉയരമുള്ള കുറുവ കുന്നിന് മുകളിലൂടെയാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ റോഡിന് 14 മീറ്ററിൽ 2.5 മീറ്റർ വീതിയുള്ള ഒരു സൈക്കിൾ ട്രാക്ക് കൂടി ഉണ്ട്. 27 മീറ്റർ ഉയരമുള്ള കുന്നിന്റെ മുകളിലൂടെയാണ് സൈക്കിൾ ട്രാക്കിന് കൂടി സ്ഥലം എടുത്തിരിക്കുന്നത്. ഒരു വർഷം മുമ്പ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഒരു യുവ എഞ്ചിനീയർ സൈക്കിളുമായിട്ട് ഈ കുന്നിന്റെ മുകളിൽ വരികയും അവിടെ ആ കുന്നിന്റെ മുകളിൽ ഏറ്റവും മുകളിൽ വെച്ച് ഹൃദയസ്തംഭനം ഒന്ന് മരിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ പല മീറ്റിങ്ങുകളിലും പല അധികാരികളോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ 27 മീറ്റർ ഉയരമുള്ള കുന്ന് ഇടിച്ചു നിരത്തി കഴിഞ്ഞാൽ അവിടെ പിന്നെ മനുഷ്യന് താമസിക്കാൻ യാതൊരു വിധത്തിലും സാധ്യമല്ല. കുറുവ കടലായി തീരദേശ റോഡ് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ മനോഹരന്റെ നേതൃത്വത്തിലായിരുന്നു നാട്ടുകാർ ഹിയറിംഗിൽ പങ്കെടുത്തത്. എന്നാൽ KRFB ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണത്തിൽ കോപാകുലരായ ജനങ്ങൾ ഒന്നടങ്കം ഇളകി മുദ്രാവാക്യങ്ങൾ മുഴക്കി യോഗം ബഹിഷ്കരിച്ച് പുറത്തിറങ്ങുകയായിരുന്നു. തുടർന്ന് മേയർ ഇടപെട്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റുകയായിരുന്നു. KRFBയും ബന്ധപ്പെട്ടവരും ചേർന്ന് MP, MLA തുടങ്ങിയ ജനപ്രതിനിധികളെയും തദ്ദേശ ഭരണകൂടത്തെയും ഉൾപ്പെടുത്തി ആക്ഷൻ കമ്മിറ്റി തയ്യാറാക്കിയ പുതിയ അലൈൻമെന്റിനെ കുറിച്ച് ചർച്ച നടത്തണമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. തുടർന്നാണ് ആക്ഷൻ കമ്മിറ്റി തയ്യാറാക്കിയ മെമ്മറാണ്ടം ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു യോഗം ബഹിഷ്കരിച്ചത്. തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രാജഗിരി കോളേജ് ഓഫ് സയൻസ് ആണ് പബ്ലിക് ഹിയറിംഗ് നടത്തിയത്. കോർപ്പറേഷൻ മേയറും KRFB ഉദ്യോഗസ്ഥരും കൗൺസിലർമാരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഞങ്ങൾ ഇന്ന് ഇവിടെ സാമൂഹ്യ ആഘാത പഠനം നടത്തുന്ന ടീമിൻ്റെ ഹിയറിംഗിൽ ഞങ്ങൾ പങ്കെടുത്തു. ഞങ്ങൾ പ്രദേശത്തുള്ള ആളുകൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഞങ്ങൾ അവിടെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഇതിലെ പ്രദേശത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിസരത്തെ ഏറ്റവും ഉയരം കൂടിയ കുന്നായ കുറുവ കുന്ന് ഇടിച്ചു നിരത്തിക്കൊണ്ട് ലോക പ്രശസ്തമായിട്ടുള്ള തോട്ടട ബീച്ചിനോട് ചേർന്ന് പാലവും ബണ്ടും പണിതിട്ടാണ് ഈ റോഡ് ഇപ്പം വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കാരണവശാലും ഞങ്ങൾ നടപ്പാക്കാൻ സമ്മതിക്കുകയില്ലെന്ന് ഞങ്ങൾ ഇവിടെ ഉറച്ചു പറയുകയും ഈ കുറുവക്കുന്നിനെയും തോട്ടട ബീച്ചിനെയും രക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ആൾട്ടർനേറ്റീവ് റൂട്ട് പരിഗണിച്ച് അതേക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു.